ചേട്ടൻ പണ്ട് വള്ളം തുഴയാൻ പോയത് ഏത് വർഷമോ ഏത് കാര്യത്തൊക്കെ തുഴയാൻ പോയ കാരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ 1967 കാവാലം വള്ളത്തെ തുഴഞ്ഞു. അന്ന് ഞങ്ങൾ തോറ്റുപോയി. അത് കാരണം പിന്നെ ഞാൻ തുഴയാൻ പോയിട്ടില്ല. പക്ഷേ വള്ളംകളി തുടങ്ങുന്നത് കൈനഗിരി ഇരുപ്പള്ളിക്കാരില്ല. അന്ന് നെഹ്റു ആദ്യമായിട്ട് വരുന്നത്. നെഹ്റു കയറിയ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, അതൊക്കെ പറഞ്ഞു. നെഹ്റു കയറിയ കാര്യങ്ങളൊക്കെ അന്ന് ചെറിയ പുറമേയൊക്കെ ഉള്ളു. എന്നാലും വള്ളംകളിയെ പറ്റി അന്നൊക്കെ വലിയ ഇതുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായ മത്സരമൊന്നും ഇല്ലായിരുന്നു. നാടൻ പുഞ്ചയിലെ കൊച്ചു വെണ്ണ കുയിലാളെ ഒട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, വരവേൽക്കാനാളു വേണം, തോരണങ്ങൾ വിജയ ശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ. ഓ പിന്നെ വള്ളംകളി എങ്ങനെയാ ഉഷാറന്നെ? വള്ളംകളി നല്ല അപ്പൊ ഒരു മുഖത്തിൽ ചിരിയല്ലേ വള്ളംകളി കേൾക്കുമല്ലേ? ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം വള്ളംകളിയാണ്. വള്ളംകളിയാ ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികൾ പോലും വള്ളംകളി എന്ന് കേട്ടാ ഭയങ്കരമാണ്. അച്ഛൻ പണ്ട് പോകുമ്പോ അമരത്തോ എവിടെ ഇരിക്കാറ്? ഞാൻ രണ്ടാം തൊഴിൽ. ഞാൻ തുടങ്ങി തോറ്റുപോയായിരുന്നു. പിന്നെ അത് കാരണം പിറ്റേ കൊല്ലം പോയില്ല. 67 ഇത് BBC കഴിഞ്ഞിരുന്നത് UBC. ഞങ്ങള് കൈഞ്ഞാരിക്കാരാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങള് GBCയുടെ ആൾക്കാരാണ്. ഞങ്ങള് ഉറപ്പായിട്ട് ജയിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. ഒരു വളക്കി പറ്റി. നമ്മൾ ഇനി ഹോട്ടൽ തുടങ്ങിയപ്പോ എത്രയും ഒരു 19 വർഷമായില്ലേ? ഹോട്ടൽ തുടങ്ങിയത് 1969. എന്നാണ്ട് സുഖം തന്നെ? ആര് കപ്പടിക്കും ഇത്തവണ? അതിലൊരു സംശയമില്ല. അയ്യോ ബെറ്റ് വെക്ക്. ആ ബെറ്റ് പറയാം. ബെറ്റ് എന്താ? ബെറ്റ് പറ. എന്ത് വേണം? ട്രോഫിയിലും മുത്തമിടാനൊരു അവസരം തരും. ആണോ? വലിയ വാഗ്ദാനങ്ങളാണ്. ചെറിയ വാഗ്ദാനങ്ങളല്ല, വലിയ വാഗ്ദാനങ്ങളാണ്. അതല്ല എന്തൊക്കെയാ ഫിഷ് ഐറ്റം ഒക്കെ എന്തൊക്കെയുണ്ട് നമുക്ക്? ഇത് നങ്ക് ഫ്രൈ. നങ്ക്. ആ ഇത് സിലോപ്പിയ, കരിമീൻ, വരാല്, ബീഫ്, ഞണ്ട്, കക്ക, ചെമ്മീന്, കണവ, കൊഞ്ച്, കൂന്തല്, താറാവ്. അതിന്റെ പേരെന്തുവായിരുന്നു? ഞണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? എല്ലാം കൂടെ എനിക്ക് തന്നെ കാണിച്ചു. 4 സൈസ് തൊടുകറി, പച്ചമോര്, പുളിശ്ശേരി, സാമ്പാർ, പപ്പടം, മീൻകറി, മീൻ വറുത്തത്, 10 കൂട്ടം കറി ചോറിൻ്റെ കൂടെ ഉണ്ട്. ഒറ്റയടിക്ക് വന്നിട്ട് ആലപ്പുഴയിൽ മുഴുവൻ സ്വാദ് പറഞ്ഞിട്ട് പോവാ. നമ്മുടെ മെയിൻ ഫോക്കസ് ഉച്ചയൂണാണ്. ഉച്ചയൂണാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണോ ആദ്യത്തെ വള്ളംകളിയോ? അല്ലെങ്കിൽ മൊത്തത്തില് വൈബ് എങ്ങനെ? കൊള്ളാവോ? ആലപ്പുഴയിലെ ഏറ്റവും നല്ല ഉച്ചയൂണ് കിട്ടുന്ന ഇത് പണ്ട് ഷാപ്പായിരുന്നു, ചുങ്കം ഷാപ്പായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് പറഞ്ഞ് ഭയങ്കരമായി ഹിറ്റായി. അതിനുശേഷം അവർ ഷാപ്പ് നിർത്തിയിട്ട് ഹോട്ടൽ മാത്രമാക്കി മാറ്റി. നല്ല മുളകിട്ട മീൻകറി, അത് കുടംപുളി കഴിക്കാം. ആലപ്പുഴ ഭാഗത്തെ മീൻകറീൻ്റെ ടേസ്റ്റ് അത് വല്ലാത്തൊരു ടേസ്റ്റാട്ടോ. പൊളി. വള്ളംകളിക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വള്ളംകളിക്ക് വരാൻ പറ്റാതെ അല്ലാതെ ആലപ്പുഴ ഒന്ന് ചാടുന്നുണ്ടെങ്കിൽ നേരെ ചുങ്കത്തെ വന്നേക്കാം. ഉച്ചയൂണ് കണക്കാക്കി എത്തിയാൽ എരിവും പുളിയൊക്കെ കിട്ടില്ല. മീൻകറി കൂട്ടി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരാ. നമ്മൾ അടുത്ത ദിവസം അടുത്ത ലൊക്കേഷൻ. ഓക്കെ, വള്ളംകളി കാഴ്ചകളും ഫുഡ് വിശേഷവും യാത്രയും ആയിട്ട് ഇങ്ങനെ കളറാക്കാം. വിട്ടക്കെട്ട് ഇറക്കാലോ. അപ്പോൾ ഒരു സുലാം പറഞ്ഞിരിക്കുന്നു.